ചേട്ടൻ ഞങ്ങളുടെ 2.5 ലക്ഷം രൂപ മേടിച്ചില്ലേ? ചേട്ടൻ ഞങ്ങളുടെ കാശ് മേടിച്ചില്ലേ? അതെങ്ങനെ എവിടുന്ന് തരും? എത്ര രൂപ ചേട്ടൻ മേടിച്ചു? 2.5 ലക്ഷം രൂപ മേടിച്ചെടുത്ത് 2,80,000 രൂപ എപ്പോൾ തരുമെന്ന് ചേട്ടൻ ഈ പറയുന്നത്? ചേട്ടൻ തരത്തില്ല. ചേട്ടൻ എത്ര പേരെ പറ്റിച്ചു? ഇപ്പൊ തൃശ്ശൂരുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും എല്ലാം പറ്റിച്ചില്ല ചേട്ടൻ. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ വ്യാജ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം മണിമല സ്വദേശിയായ സന്തോഷ് പി ചാക്കോയെയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തത്. മണിമല കേന്ദ്രമാക്കി റിഫോംഡ് ചർച്ച് എന്ന പേരിൽ ഇയാൾ പുതുതായി ഒരു സഭ സ്വന്തമായി രൂപീകരിക്കുകയും അതിൻ്റെ ബിഷപ്പായി മാറുകയുമായിരുന്നു. ഈ സഭയുടെ മറവിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. മുൻപ് ഇയാൾ മറ്റൊരു സഭയിലെ വൈദികനായിരുന്നു. അതിനുശേഷമാണ് സ്വന്തമായി ഒരു സഭയുണ്ടാക്കി സ്വയം പ്രഖ്യാപിത ബിഷപ്പായത്. അതിനുശേഷം നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ ലക്ഷങ്ങൾ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. തട്ടിപ്പും അടിപിടി അടക്കമുള്ള നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കോട്ടയം കുറിച്ചി സ്വദേശിയായ അബിൻ എന്ന യുവാവിനെ വഞ്ചിച്ച് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് നിലവിൽ ഈ വ്യാജ ബിഷപ്പിനെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തത്. അബിനെ, ഈ തട്ടിപ്പുകാരനെ താങ്കൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ആളെ പരിചയപ്പെടുന്നത്. ശേഷം ആളെന്നെ വിളിക്കുകയും ഈ ജോലിയുടെ ഡീറ്റെയിൽസ് പറയുകയും പിന്നെ കോട്ടയത്ത് ഒരു കോഫി ഷോപ്പിൽ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്തു. അമേരിക്കയിലാണ് ജോലി വാഗ്ദാനം ചെയ്തത്? അതെ, അമേരിക്കയും കാനഡയാണ് പറഞ്ഞിരുന്നത്. 4 ലക്ഷം രൂപ സാലറി, പോകുന്ന ചിലവെന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. ആള് പിന്നെ കൂടെ സജീവ് എന്ന് പറഞ്ഞ ഒരാളും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ആൾ നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ജോലിയാണ് ഇവർ ഓഫർ ചെയ്തത്? പ്രായമായവരെ നോക്കാനായിട്ടുള്ള ഒരു ജോലിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടു, എല്ലാം സംസാരിച്ചു. അപ്പോൾ വന്നതെല്ലാം ഒരു ബിഷപ്പിൻ്റെ വസ്ത്രത്തിലും തൊപ്പി അങ്ങനെ അങ്ങനെ കുറേ ഉള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ശേഷം മെയ് 3-ാം തീയതി വീണ്ടും കോട്ടയം സിമെൻറ്റ് കോലയിൽ വന്നു. എനിക്ക് ഞാൻ കൊടുത്ത പണത്തിൻ്റെ ചെക്കും രേഖകളും ഒക്കെ എനിക്ക് സ്റ്റാമ്പ് പേപ്പറിൽ തന്നു. ആൾ ഫുൾ കൺവീൻസിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ എല്ലാം ഫോണൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2.5 ലക്ഷം രൂപ കൊടുത്തു. പുള്ളി എനിക്ക് ചെക്ക് തന്നു. അതിനുശേഷം പിന്നെ ആളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക, പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ചോദിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാതിരിക്കുക. അങ്ങനെ വന്നപ്പോൾ നമുക്ക് സംശയം തോന്നി. പിന്നെ ഒരു മാസം മെയ് കഴിഞ്ഞ് ജൂണായി. ഞാൻ കുറേ എൻക്വയറി ചെയ്തു. അപ്പോൾ ആൾ ഫ്രോഡാണ്, നമ്മൾ വഞ്ചിക്കപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. ശേഷം പോലീസിൽ പരാതി നൽകി. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ശേഷം പുള്ളിയെ എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്കൂടെ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ആ ആളുടെ നമ്പർ കൊടുത്തു. അങ്ങനെ നമ്മൾ ആളെ ട്രാപ്പ് ചെയ്ത് വീട്ടിൽ വരുത്തി നമ്മൾ നാട്ടുകാരും എല്ലാം ചേർന്ന് ആളെ പിടികൂടുകയായിരുന്നു. അതായത് ഒരാൾ കൂടെ വിദേശത്തേക്ക് പോകേണ്ടതുണ്ട്, അപ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു. അതെ, പണം നൽകാമെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് വീട്ടിൽ വരുത്തി. അങ്ങനെയാണ് ആളെ പിടികൂടുന്നത്. ഇയാൾ വീണ്ടും ഒരാളെ കൂടെ പറ്റിക്കാമെന്നുള്ള ധാരണയിൽ വന്ന് പെട്ടതാണ്. അതെ, പണം കിട്ടുമെന്നുള്ള ഇതിലാണ് വന്നത് വീട്ടിൽ. അങ്ങനെ പുള്ളിയെ നമ്മൾ ട്രാപ്പ് ചെയ്ത് പിടിക്കുകയായിരുന്നു. ശേഷം പോലീസുകാർ വന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ പണം ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞാൽ മാപ്പ് പറയുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. അതെ, അത് പോലീസ് വരുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഒരു പ്രൂഫിന് വേണ്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല, നമുക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ പുള്ളി അതിൽ പണം നൽകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ അക്കൗണ്ടിലൊന്നും പണമില്ല. ഒത്തിരി പേര് ആ സമയത്ത് പുള്ളിയെ ഒരു സെക്കൻഡിൽ ഒരു പുള്ളിക്ക് ഒരു 2-3 കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിൽ. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ അതായത് നമ്മൾ കുറേ കോളുകൾ പരിശോധിച്ചപ്പോൾ എല്ലാം പൈസ പുള്ളി കൊടുക്കാനുള്ള ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരെയുള്ള ആളുകളുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു പയ്യൻ വരെ ഉണ്ട്. എന്തോ കിഡ്നി മാറ്റൽ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പയ്യൻ വരെ. അവൻ വളരെ പ്രതീക്ഷയോടെ കൊടുത്ത പൈസയാണ്. അതായത് അവൻ്റെ രക്ഷപ്പെടാൻ, അവൻ്റെ അമ്മയെ ചികിത്സിക്കാം എന്നുള്ള ഒരു ഇതിൽ കൊടുത്ത പൈസ വരെയാണ് ഈ പുള്ളി എടുത്ത് തട്ടിച്ചുകൊണ്ട് പോയേക്കുന്നത്. ഇയാളുടെ സംസാരവും ഇടപെടലും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സംസാരമൊക്കെ വളരെ കൺവിൻസിംഗ് ആണ്. നമ്മളാണെങ്കിലും ആളോട് വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തിരുമേനി എന്ന് വിളിച്ചാണ് നമ്മൾ തന്നെ പുള്ളിയോട് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചതി പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആ പണം കൊടുത്ത ടൈമിൽ കൂടുതൽ എൻക്വയറി ചെയ്തതാണ് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ്. പിന്നെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഫ്രോഡാണ്, നിരവധി കേസുകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കേസ് കൊടുക്കുന്ന ടൈമിൽ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ ISROയിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വരെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ പേര് വെളിപ്പെടുത്തൽ, അഡ്രസ്സ് കൊടുക്കലെന്ന് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ പണം ചോദിച്ചപ്പോൾ 1 വർഷമായിട്ട് മണിമല സ്റ്റേഷനിൽ അവരുടെ പരാതി ഉണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആൾക്കെതിരെ നടന്നിട്ടില്ല. അതുമല്ല, ഇങ്ങനൊരു പരാതി നിൽക്കെ ഈ പുള്ളി വീണ്ടും അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ്. എന്ന് വെച്ചാൽ വീണ്ടും ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നത്
പോലീസ് കർശനമായിട്ടുള്ള നടപടി ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി ഗുണ്ട വരെ ഉണ്ട്. അതായത് കൂടെ ഗുണ്ടയും പിന്നെ വക്കീലും വരെ ഉണ്ട്. അതെ, സന്തോഷിന് സ്വന്തമായി വക്കീൽ വരെ ഉണ്ട്. ഇന്നലെ ആ വക്കീൽ സ്റ്റേഷനിൽ വരെ ചെയ്തു, നമ്മളോട് സംസാരിക്കുക വരെ ചെയ്തു. അവർ പണം നൽകാം, കേസ് പിൻവലിക്കാമോ എന്ന് വരെ നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്തു. ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ്. അതെ. ഇപ്പം എൻ്റെ 2,00,000 രൂപയാണ്, അവർ നമുക്ക് 2,80,000 രൂപ തരാം, നിങ്ങൾ കേസ് പിൻവലിക്കാമോ എന്ന് വരെ നമ്മളോട് അവർ ചോദിക്കുക വരെ ചെയ്തു. ഒരു സക്കീർ എന്ന് പറഞ്ഞ ഒരാളും നമ്മളെ വിളിച്ച് 2,80,000 രൂപ തരാം എന്ന് സംസാരിച്ചു. അങ്ങനെ കുറേ ഗുണ്ടകളും വക്കീലും വരെ ആൾക്കുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ സെറ്റിൽമെന്റിന് ഉദ്ദേശിക്കുന്നില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ്. അതെ. നാളെ ഇതുപോലെ എന്നെ പോലെ ആരും പോയി വഞ്ചിക്കപ്പെടരുത്, ആളുടെ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ സ്റ്റേഷനിൽ ചെന്നിട്ടാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അതെ, കേസ് എടുക്കാതെ അവിടുത്തെ CI നമ്മളെ ഒഴിവാക്കി വിടാൻ മാക്സിമം ശ്രമിച്ചു. അതായത് എന്നോട് CI ചോദിച്ചത് അബിൻ ഏതുവരെ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു സാർ ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞത് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ, എന്നിട്ടാണോ ഈ 2,00,000 രൂപയ്ക്ക് വേണ്ടി നീ കേസ് നടത്താൻ പോകുന്നത്, എനിക്ക് പണം കിട്ടില്ല എന്ന് 100% ഉറപ്പിച്ച് പുള്ളി തന്നെ പറഞ്ഞു. പിന്നെ എൻ്റെ കേസ് FIR എഴുതി ASI ഷൈനി എന്ന് പറഞ്ഞൊരു മേഡമാണ്. ഷൈനി എന്ന് പറഞ്ഞ മേഡം എൻ്റെ ജാതി ചോദിച്ചു. FIR എന്നെ കാണിക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി കേട്ടിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് എഴുതിയത്. അതിൽ എഴുതിയേക്കുന്നത് ബിഷപ്പും ഈ പറഞ്ഞ സജീവും കൂടാണ് പണം എൻ്റെ നിന്ന് കൈപ്പറ്റിയെന്നാണ് അതിലെഴുതി ചേർത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബിഷപ്പിനെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം വരെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാർ യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയത് ബിഷപ്പ് തനിച്ചാണ്. ഈ സജീവ് എന്ന് പറഞ്ഞ ആളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ഷൈനി എന്ന് പറഞ്ഞ മേഡം FIR ഈ ആളെയും കൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ആ മേഡത്തിനോട് ചോദിച്ചു, മേഡം എൻ്റെ പൈസ വാങ്ങിയത് ഇന്ന ആളാണ്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചത്, നീയാണോ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ FIR എടുക്കണമെന്ന്, നീ എന്നാൽ പിന്നെ ഞങ്ങളുടെ പണിയും കൂടെ ചെയ്തു എന്നാണ് അവരെന്നോട് സംസാരിച്ചത്. ഞാൻ ലാസ്റ്റ് അവരോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ FIR എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ SP ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് സിജു സൈമൺ എന്ന് പറഞ്ഞ സാറ് എന്നെ കൊണ്ടുപോയി ക്രൈം സെക്ഷനിൽ പോയിട്ട് ആ FIR മുഴുവൻ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നടന്ന കാര്യങ്ങൾ അതേപോലെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ FIR എടുത്തു. ഒരു അവസാന കച്ചിത്തുരും എന്ന നിലയിലാണ് ഒരു കടത്തിന് മുങ്ങി നിൽക്കുന്ന ഒരാൾ വീണ്ടും എന്തെങ്കിലും സ്വർണ്ണമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സ്വർണ്ണമോ ഒക്കെ കൊണ്ട് പണയപ്പെടുത്തി ഈ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചത്. അപ്പം അങ്ങനെ ഇനി ഇങ്ങനെയുള്ള ആർക്കും ഒരു ചതി പറ്റരുത്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അല്ല നമ്മൾ യാതൊരുവിധ സെറ്റിൽമെൻറ്റിനും നമ്മൾ തയ്യാറല്ല. മാക്സിമം ശിക്ഷ പുള്ളിക്ക് മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അടിപിടിയും തട്ടിപ്പുമടക്കം സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം മണിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് P ചാക്കോ എന്ന വ്യാജ ബിഷപ്പിനെയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻപ് ഇയാൾ മറ്റൊരു സഭയിലെ വൈദികനായിരുന്നു. അതിനുശേഷമാണ് മണിമല ആസ്ഥാനമായിക്കൊണ്ട് റിഫോംഡ് ചർച്ച് എന്ന പേരിൽ സ്വന്തമായി ഇയാൾ ഒരു സഭ രൂപീകരിക്കുന്നത്. അതിനുശേഷം ആ സഭയുടെ തന്നെ ബിഷപ്പായി സന്തോഷ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ സഭ മറയാക്കിക്കൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ ഇയാൾ പല ആളുകളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കോട്ടയം കുറിച്ചി സ്വദേശിയായിട്ടുള്ള അബിൻ എന്ന യുവാവിനെ ജോലി വാഗ്ദാനം ചെയ്ത് പറഞ്ഞു പറ്റിച്ച് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ ചിങ്ങവനം പോലീസ് ഈ സന്തോഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.